മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു പ്രോബ്ലം പകുതി വെച്ച് നിർത്തുകയുണ്ടായത്. കാരണം ഇതിൽ ഈ സാംസുന്ദർ എന്ന് പറയുന്ന ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്. ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്കിവിടെ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ ചെയ്യേണ്ടതുണ്ട്. അതിനൊരു വളരെ കുറച്ച് സമയം വേണ്ടു. പക്ഷെ അത് കഴിഞ്ഞ് ബാലൻസ് ഷീറ്റ് കൂടി ചെയ്താലാണ് ആ ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏകദേശം 50 മിനിറ്റിനേക്കാൾ കൂടുതൽ പോകുമെന്നുള്ള കാരണം കൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് അവിടെ വെച്ച് നിർത്തിയതും ഈ ക്ലാസ് ഇങ്ങനെ പകുതിക്ക് വെച്ച് തുടങ്ങേണ്ടി വന്നതും. അപ്പോൾ ഞാൻ ഒന്നുകൂടി റീകളക്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഇത് നമ്മൾ സാംസുന്ദർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് പേജ് നമ്പർ 62 ഇല്ലസ്ട്രേഷൻ 6 ആണ്. ആ ഇല്ലസ്ട്രേഷൻ 6 ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ലെസ് റിട്ടേൺസ്, കാരേജ് ഇൻവേർഡ്സ്, വേജസ്, ദെൻ ബൈ സൈഡിൽ സെയിൽസ്, റിട്ടേൺസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ബാലൻസ് എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്? ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെയാണ് ബാലൻസിങ് ഫിഗർ വന്നിട്ടുള്ളത്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ, ദാറ്റ് ഈസ് 30,690 ആണ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു? പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ബ്രോ ഡൗൺ ചെയ്ത് വെച്ചു. പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ബ്രോ ഡൗൺ ചെയ്ത് വെച്ചിരിക്കുന്നു 30,690. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഡബിൾ ലൈനിന് താഴത്തേക്കുള്ള പോർഷൻ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണല്ലോ പറയാം, അല്ലേ? ഇനി അതല്ല, ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർ കൂടി മനസ്സിലാക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പോർഷൻ ഇതുവരെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോർഷൻ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എക്സ്പെൻസുകൾ, അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ. ഡയറക്റ്റ് എക്സ്പെൻസ് ഇവിടെ നമ്മൾ എഴുതി. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി എക്സ്പെൻസസ് റിലേറ്റഡ് വിത്ത് പർച്ചേസസ് ആൻഡ് പ്രൊഡക്ഷൻ ഈസ് ട്രീറ്റഡ് ആസ്, അല്ലെങ്കിൽ നോൺ ആസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. പർച്ചേസുമായിട്ടോ പ്രൊഡക്ഷനുമായിട്ടോ ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തു. എവിടെ? ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഇനിയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. അതായത് ഐറ്റംസ് റിലേറ്റഡ് വിത്ത് സെയിൽസ് ആൻഡ് ഓഫീസ് ഓർ മാനേജ്മെൻറ്റായിട്ടും സെയിൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന, ഓഫീസായിട്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളാണ് നമുക്ക് ഡെബിറ്റ് ചെയ്യാനുള്ളത്. ദെൻ അതുപോലെ തന്നെ ഇൻകംസ്, കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് പോലെയുള്ള ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം? അത് ക്രെഡിറ്റ് ചെയ്യാം. ദെൻ ബാക്കിയുള്ള പ്രൊവിഷൻസൊക്കെ നമുക്കിവിടെ ഡെബിറ്റ് ചെയ്യാനുണ്ട്. ഏതെങ്കിലും എമൗണ്ട് മാറ്റുകയാണെങ്കിൽ അത് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ അതാത് സന്ദർഭങ്ങളിൽ പറയാം, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് പറയാം. ഇപ്പോൾ നമുക്ക് തൽക്കാലം എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓരോന്നും നോക്കി അത് എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഓരോ ഐറ്റംസ് വരുന്നതനുസരിച്ച് ടിക്ക് ചെയ്ത് എടുക്കുന്നതനുസരിച്ച് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് കേട്ടോ. ഞാൻ ഇനി ഓരോന്ന് വായിച്ചു പോകാം. പ്ലാന്റ് ആൻഡ് മെഷീനറി അത് അസറ്റാണ്, ഫ്രീ ഹോൾഡ് പ്രിമിസസ് അസറ്റാണ്, സ്റ്റോക്ക് അസറ്റാണ്, സാലറീസ് നമ്മൾ എടുത്തിട്ടില്ല. സാലറീസ് ആദ്യത്തെ ഐറ്റമായിട്ട് നമുക്ക് എഴുതാം, സാലറീസ്. അപ്പോൾ ഇവിടെ 2, സാലറീസിൻ്റെ എമൗണ്ട് 7,600, 7,600. ദെൻ സാലറീസ് കഴിഞ്ഞാൽ പർച്ചേസ്, സെയിൽസ് നമ്മളെടുത്തു. ഫർണിച്ചർ ഫിറ്റിങ്സ് അസറ്റാണ്. കാരേജ് ഇൻവേർഡ്സ് നമുക്കെടുത്തു. കാരേജ് ഔട്ട്വേർഡ്സ് അതൊരു ഇൻഡയറക്റ്റ് ഐറ്റമാണ്. ഐറ്റം റിലേറ്റഡ് വിത്ത് സെയിൽസ് ആണ്. കാരേജ് ഔട്ട്വേർഡ്സ് നമുക്ക് വരുന്നത് 1,315 ആണ്, 1,315 ആണ്. അതവിടെ എഴുതുക. സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ എടുത്തു. ഡിസ്കൗണ്ട് റിസീവ്ഡ് അടുത്തായിട്ടാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, ശ്രദ്ധിക്കുക. നമുക്കത് എന്താണ്? ഇൻകമാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് 635, 635 ആണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് കഴിഞ്ഞാൽ അടുത്തത് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെൻസ് ആണ്. ഇങ്ങനെ ഓരോ ഐറ്റംസ് എടുത്തു പോകുമ്പോൾ അത് പെൻസിൽ കൊണ്ട് ടിക്ക് ചെയ്ത് പോവുക.
ടെക്സ്റ്റിലൊക്കെയാണെങ്കിൽ പെൻസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ശ്രദ്ധിക്കുക. 430 ആണ്, 35 അല്ല, 430 ദെൻ ഡിസ്കൗണ്ട് അലൗഡ് കഴിഞ്ഞാൽ വേജസ് നമ്മളെടുത്തു. സൺട്രി ഡെപ്റ്റേഴ്സ് അസറ്റാണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ്, സാംസുന്ദേഴ്സ് ക്യാപിറ്റൽ അത് ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടതാണ്. റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് അതർ എക്സ്പെൻസ് ആണ്. റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് 3 ഐറ്റം കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റെൻറ്റ്, റേറ്റ്സ്, ടാക്സസ് എന്ന് പറയുന്ന റെൻറ്റ് ഉണ്ടാവാം. റേറ്റ്സ് എന്ന് പറയുന്ന ഏതെങ്കിലും വല്ല ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഐറ്റം ആയിരിക്കാം. ടാക്സസ് അത് മുനിസിപ്പൽ ടാക്സോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കാം കേട്ടോ. അതുകൊണ്ടാണ് റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്. അഡ്വർടൈസ്മെൻറ്റ് ഒരു എക്സ്പെൻസ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് 2400 2400. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്, ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റാണ്. ഡ്രോയിങ്സ് ഇവിടെ വരുന്ന ഐറ്റമല്ല, നമുക്ക് ക്യാപിറ്റലിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ലോൺ ഫ്രം രാജേഷ് അത് ലയബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഉള്ളത്. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് രണ്ട് സൈഡും എല്ലാം എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക. അപ്പോൾ സംശയമുള്ളവർ ഒന്നുകൂടി ചെക്ക് ചെയ്യാം, എല്ലാം കഴിഞ്ഞോ എന്നുള്ള ചെക്ക് ചെയ്യാം. ഇനി ഇത് ടോട്ടൽ ചെയ്യാം. മിക്കവാറും ഇവിടെ ആയിരിക്കും പ്രോഫിറ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കൂട്ടുന്നു. 5 ആണ് 31,325. ദെൻ അതന്നെ പുറത്തേക്ക് എഴുതുക 31,325 ഡബിൾ ലൈൻ ചെയ്യാം. ദെൻ ബാലൻസ് ചെയ്യാം. ബാലൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ആദ്യം നമുക്ക് ബാലൻസ് ഇത് കൂട്ടി ഇവിടെ നിന്ന് കുറച്ച് എഴുതാം. ബാലൻസ് ചെയ്യുന്ന എമൗണ്ട് 18,150. 18,150. അപ്പോൾ ഇതിനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാം. ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എവിടേക്കാണ് ചെയ്യേണ്ടത്, എവിടേക്കാണ് മാറ്റേണ്ടത്? ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. നെറ്റ് പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇത്രയാണ് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ബാലൻസ് ഷീറ്റാണ് ഈ ക്വസ്റ്റ്യനിൽ ഇനി അടുത്തത് വർക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്ത് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. അപ്പോൾ ബാലൻസ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കഴിയുന്നതും ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് എഴുതുക. ചില സമയത്തൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം ഉള്ളത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ലിക്വിഡിറ്റി കുറവുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് അസറ്റ് സൈഡ് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം വേണമെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ ഒക്കെ നോക്കാം. അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള മെത്തേഡ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ഇവിടെ തന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ക്യാഷ് ഇൻ ഹാൻഡ് പറഞ്ഞിട്ടുള്ളത് 450 ആണ്. അപ്പോൾ അത് ആദ്യം എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ് that is 450. ഇനി ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് പറഞ്ഞിട്ടുള്ളത് 2500. 2500. ക്യാഷ് അറ്റ് ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐറ്റം നമ്മൾ BR ഒക്കെ ഉണ്ടോ നോക്കുക. അല്ലെങ്കിൽ BR ഇല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ഉണ്ടോ, കാണാനില്ല. BR ഇല്ല. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, സൺട്രി ഡെപ്റ്റേഴ്സ് 41,000. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കുറച്ചൊരു ഡിലേ വരും. സാധാരണ പെട്ടെന്ന് എഴുതി പോകാൻ പറ്റില്ല. 41,000. 41,000 സൺട്രി ഡെപ്റ്റേഴ്സ്.
സൺട്രി ഡെപ്റ്റേഴ്സ് കഴിഞ്ഞാൽ അടുത്ത ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം നമുക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റമാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റത്തിൽ വരുന്നത് 2 സ്ഥലത്ത് അത് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വരും. ക്ലോസിംഗ് സ്റ്റോക്ക് 30,000. ഇത് കഴിഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി പറയാം. അത് 30,000. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 6,000. ഫിറ്റിങ്സ് 6,000. ഫ്രീ ഹോൾഡ് പ്രെമിസസ്. ഫ്രീ ഹോൾഡ് പ്രെമിസസിനേക്കാൾ മുൻപ് നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി എഴുതാം. അല്ലെങ്കിൽ ഫ്രീ ഹോൾഡ് പ്രെമിസസ് എഴുതാം. പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നെ എഴുതാം. ആ നല്ലത്. അത് കഴിഞ്ഞിട്ടാണ് ലിക്വിഡിറ്റി അതിനുള്ളത്. പ്ലാന്റ് ആൻഡ് മെഷീനറി 45,000. Then freehold premises. Freehold premises 55,000. ഫ്രീ ഹോൾഡ് വേണമെങ്കിൽ ആദ്യം എഴുതാം കേട്ടോ. ഫ്രീ ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആറുകൊണ്ട് വിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ള രീതിയിൽ. നമ്മൾ പ്രമിസസ് ഒരു സ്ഥലമോ ബിൽഡിംഗ് ഒക്കെ ആണെന്നുള്ള അസംഷനിലാണ്. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഫ്രീ ഹോൾഡ് എന്ന് പറയുമ്പോൾ. പ്രമിസസ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് എഴുതാം സൺട്രി ക്രെഡിറ്റേഴ്സ്. ബിൽസ് പേബിൾ ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതാം. ലയബിലിറ്റി സൈഡാണ് പറയുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ് 28,800. 28,800. ലോൺ ഫ്രം രാജേഷ്. ലോൺ ഫ്രം രാജേഷ് 26,000. അപ്പോൾ ഇതിനു മുൻപ് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതണം കേട്ടോ. വേറെ ഔട്ട്സ്റ്റാൻഡിങ് ഒന്നും കാണാനില്ല. ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ക്യാപിറ്റൽ എഴുതാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ. നമുക്ക് തന്നിട്ടുള്ള ക്യാപിറ്റൽ എടുത്ത് എഴുതാം. തന്നിട്ടുള്ള ക്യാപിറ്റൽ എത്രയാ? 1,10,000. 1,10,000. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആഡ് നെറ്റ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് കിട്ടിയ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എഴുതി. അത് ഇവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. മനസ്സിലായോ? നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ആഡ് ചെയ്യുക. നെറ്റ് പ്രോഫിറ്റ് 18,150 ആണ്. 18,150. ഒന്ന് 28,150. ഇനി ഇതിൽ നിന്നാണ് ഡ്രോയിങ്സ് കുറയ്ക്കേണ്ടത്. ലെസ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് വിഡ്രോയൽസ്. അതായത് ബിസിനസ്മാൻ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഡ്രോയിങ്സ്. 3,000 കുറയ്ക്കുക. കുറച്ച് കിട്ടുന്ന എമൗണ്ട് പുറത്തേക്ക് കൊടുക്കുക. അപ്പം 28 3 പോകുമ്പോൾ 25 അല്ലേ? 1,25,150. 1,25,150. ഇനി രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സെയിം എമൗണ്ട് കിട്ടണം. കിട്ടിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് ശരിയാണ്. കിട്ടിയില്ലെങ്കിൽ തെറ്റാണ്. 1,79,000. 1,79,950. 1,79,950. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എഴുതുന്ന കാര്യം നമ്മൾ നേരത്തെ ഒരു ബാലൻസ് ഷീറ്റ് മാത്രമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഇപ്പോൾ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് കേട്ടോ. ഇനി നമുക്ക്
അടുത്തത് പോകേണ്ടത് ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തു. നമുക്കറിയാം ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചേർന്നതാണ്. അപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത് ട്രയൽ ബാലൻസിൽ നിന്ന് നോക്കിയിട്ടാണ്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസുകളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടും ചില ട്രാൻസാക്ഷൻസ് വരികയോ അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷൻസ് നമ്മൾ വിട്ടുപോവുകയോ അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷൻസ് പ്രീവിയസ് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. അത്തരം ഐറ്റംസിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൃത്യമായിട്ടുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എഴുതി നമ്മൾ എവിടേക്ക് കൊണ്ടുവരണം? ഫൈനൽ അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ട്രയൽ ബാലൻസ് അക്കൗണ്ടുകളൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം, ട്രയൽ ബാലൻസ് ഒക്കെ എടുത്തതിന് ശേഷം ട്രയൽ ബാലൻസിൽ ഉൾപ്പെടാത്ത ചില ഐറ്റംസ് നമ്മൾ വിട്ടുപോവുകയോ അല്ലെങ്കിൽ പ്രീവിയസ് പീരീഡിലേക്ക് പിന്നെ ട്രാൻസാക്ഷൻ വരികയൊക്കെ ചെയ്ത ഐറ്റംസ് ആയിരിക്കാം. ഇത്തരം ഐറ്റംസിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ട്രയൽ ബാലൻസിന് താഴെയായിട്ട് നമുക്ക് തരും, ക്വസ്റ്റ്യനിൽ തരും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി നമ്മൾ എവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്? ഫൈനൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ടത്? നമുക്കറിയാം അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നത് ഡ്യുവൽ എൻട്രി നടത്താത്ത ഐറ്റംസാണ്. അതേസമയം TBയിൽ ട്രയൽ ബാലൻസിൽ വരുന്നതൊക്കെ ഡ്യുവൽ എൻട്രി കഴിഞ്ഞതിന് ശേഷമുള്ള ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസിൽ വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലോ P&L അക്കൗണ്ടിലോ ബാലൻസ് ഷീറ്റിലോ ഏതിലെങ്കിലും ഒരു സ്ഥലത്തേ വരുള്ളൂ. ട്രയൽ ബാലൻസ് ഐറ്റംസ് ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ വരാം. അതേസമയം അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന ഐറ്റംസ് എല്ലാം തന്നെ അത് ഡ്യുവൽ ആസ്പെക്റ്റിൽ വരുന്നതാണ്. നേരത്തെ പറഞ്ഞ ട്രേഡിംഗ് P&L അക്കൗണ്ടിലോ അതിലേതെങ്കിലും ഒന്നിൽ വരും, പ്ലസ് ബാലൻസ് ഷീറ്റിലും കൂടി വരും. ഇങ്ങനെ ഡ്യുവൽ എൻട്രി നടത്തേണ്ടുന്ന, ഡ്യുവൽ ആസ്പെക്റ്റിൽ റെക്കോർഡ് ചെയ്യേണ്ടുന്ന ഐറ്റംസാണ് എവിടെയുള്ള ഐറ്റംസ്? ബാലൻസ് ഷീറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറഞ്ഞ് തരുന്ന ഐറ്റംസ് എല്ലാം തന്നെ രണ്ട് സ്ഥലത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റംസാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്? അക്കൗണ്ടിംഗ് പീരീഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ള, വിൽക്കാതെ നമ്മുടെ കൈവശം ഇരിക്കുന്ന സ്റ്റോക്കിനെയാണ് എന്തായിട്ട് പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് രണ്ട് രീതിയിലാണ്. നമുക്കത് ബോർഡിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ നേരത്തെ ബാലൻസ് ഷീറ്റ് മായ്ച്ച് കളഞ്ഞിട്ടില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കണ്ട ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ സൈഡിൽ സെയിൽസിന് തൊട്ട് താഴെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ട് സ്ഥലത്ത്, അതായത് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ സൈഡിലും മറ്റൊന്ന് ബാലൻസ് ഷീറ്റിലും അപ്പിയർ ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പിയർ ചെയ്തു. ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. വലിയ കാര്യമായിട്ട് പറയാനില്ല. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഓരോ ഐറ്റവും നമ്മൾ ഇതുവരെ അക്കൗണ്ട് ചെയ്യപ്പെടാത്തതാണ്.
അതുകൊണ്ട് തന്നെ അത് ഡ്യുവൽ എൻട്രീസ് വരും. ഡ്യുവൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഡബിൾ പോസ്റ്റിംഗ് വരും, ഡ്യുവൽ എഫക്റ്റ് വരും. ഒരെണ്ണം ട്രേഡിംഗ് P&L അക്കൗണ്ടിലും ഒരെണ്ണം ബാലൻസ് ഷീറ്റിലായിട്ട് വരാനാണ് സാധ്യത മിക്കവാറും കേട്ടോ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നു, ദെൻ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും എന്ത് വന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് വന്നു. ഇത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത ഹെഡിലേക്ക് പോകാം. നെക്സ്റ്റ് ഐറ്റം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് പീരീഡ് അവസാനിച്ചിട്ട് നമ്മൾ കൊടുക്കാതെ ബാക്കിയുള്ള എമൗണ്ടിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എമൗണ്ട് പേയബിൾ ബട്ട് നോട്ട് പെയ്ഡ്. നമുക്ക് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ 1-ാം തീയതിയാണ് സാലറി ഡേറ്റ് എന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ ജാനുവരിയിലെ സാലറി ഫെബ്രുവരിയിൽ കൊടുക്കും, ഫെബ്രുവരിയിൽ അടുത്ത മാസം കൊടുക്കും. ഇങ്ങനെ പോകുന്ന സമയത്ത് ഡിസംബറിലെ പേയ്മെൻറ്റ് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ജാനുവരി 1-ാം തീയതിയാണ് കിട്ടുക. അപ്പോൾ എല്ലാ വർഷവും ഒരു മാസത്തെ സാലറി എന്തായാലും എന്തായിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. ഇത്തരം എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കൂടി ഈ വർഷത്തെ സാലറിയിൽ ആഡ് ചെയ്ത് കാണിക്കേണ്ടതാണ്. മനസ്സിലായല്ലോ? അത്തരം എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ സാലറി നമുക്കറിയേണ്ടത് ഈ വർഷത്തെ 12 മാസത്തെ സാലറിയാണ്. അതിലേതെങ്കിലും 1-2 മാസത്തെ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ട്, അതായത് സാലറി എക്സ്പെൻസ് കാണിക്കുന്ന സമയത്ത് പെയ്ഡും അതിൻ്റെ കൂടെ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പെൻസായിട്ട് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങുള്ള നമ്മൾ ലയബിലിറ്റി ആയിട്ട് എവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. എന്തായാലും നമുക്കിത് കൂടുതൽ എക്സ്പ്ലനേഷൻ ബോർഡിൽ ചെയ്യാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസസ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ കൊടുത്തിട്ടില്ല. സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അതായത് സാലറി കൊടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മളോട് ഒരു എക്സാമ്പിൾ പറയാണ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 3000. ഇവിടെ TBയിൽ ട്രയൽ ബാലൻസിൽ സാലറി എന്ന് പറയുന്നത് 15,000 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസിലെ സാലറി എന്ന് പറയുന്നത് സാലറി പെയ്ഡ് ആണ്, നമുക്ക് തന്നിട്ടുള്ള സാലറി പെയ്ഡ് ആണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എന്ത് തന്നിട്ടുള്ളത്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞ് 3000 രൂപ തന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഈ 15,000ൻ്റെ കൂടെ എന്തുകൂടി കൊടുക്കേണ്ടതാണ്, 3000 കൂടി കൊടുക്കേണ്ടതാണ്, പക്ഷെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്കിതിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലാണ് വരിക. കാരണം എന്താ, സാലറി, ഈ സാലറി എന്ന് പറയുന്നത് എന്താണ്, ഇത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അതെവിടെയാണ് സംഭവിക്കുക, അതെവിടെയാണ് എഴുതുക, എക്സ്പെൻസ് ആയിട്ട് എവിടെയാണ് കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ജേർണൽ എൻട്രി പോസ്റ്റിംഗ് നടത്തുക അല്ലെങ്കിൽ റെക്കോർഡിംഗ് നടത്തുക. സാലറി, അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഐറ്റത്തിനെ ട്രയൽ ബാലൻസിൽ ഇപ്പുറത്തായിട്ട് ഇങ്ങനെ ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ A എന്ന് എഴുതി വയ്ക്കുക. അതിൻ്റെ അർത്ഥം എന്താ, അത് എഴുതുമ്പോൾ ഇന്നർ കോളത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 15,000 ഇന്നർ കോളത്തിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. എത്രയാ, 3,000. ദെൻ ഈ വർഷത്തെ ടോട്ടൽ സാലറി പേയബിൾ ആൻഡ് പെയ്ഡ് ആൻഡ് പേയബിൾ, പേ ചെയ്തതും അല്ലാത്തതുമായിട്ട് ഈ വർഷം എത്രയാണ് സാലറി നമുക്ക് കൊടുക്കേണ്ടത്, 18,000 രൂപയാണ്. ഇതാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസസ് ഓഫ് സാലറി, അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ
സാലറി പെയ്ഡിൻ്റെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്ത് കാണിക്കണം. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്യേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ അടുത്ത പോർഷൻ ഉണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മുടെ ലയബിലിറ്റിയാണ്. ആ ലയബിലിറ്റിയിൽ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് സാലറി എത്രയാണ്? 3000. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിപ്പോൾ സാലറിയുടെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. എന്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. റെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ, കമ്മീഷൻ കൊടുക്കാനുണ്ടെങ്കിൽ, മറ്റെന്ത് പേയ്മെൻറ്റ്സ് നമ്മൾ ഈ വർഷം നടത്തേണ്ട പേയ്മെൻറ്റ്സ് തന്നെ കൊടുക്കാൻ ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാണ് പറയുക. അത് ചെയ്യേണ്ടത് ചിലപ്പോൾ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് വെച്ചോ. വേജസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല വരിക. അതെവിടെയാണ് വരിക? അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ ഞാൻ ഈ ഹെഡ് മാറ്റണം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അല്ല എഴുതേണ്ടത്, അത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വേജസ് വരിക. അവിടെയും ഇങ്ങനെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വേജസ് അക്കൗണ്ട് അല്ലെങ്കിൽ വേജസ് എമൗണ്ട് എത്രയാണ് വേജസിൻ്റെ ട്രയൽ ബാലൻസിലെ എമൗണ്ട് എടുത്ത് എഴുതുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അത് ആഡ് ചെയ്യുക, എമൗണ്ട് കോളത്തിൽ കൊടുക്കുക. ഇവിടെ ലയബിലിറ്റീസിൽ മാറ്റമൊന്നുമില്ല. എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് വേജസ് എത്രയാണ് എമൗണ്ട് എഴുതുക കേട്ടോ. അപ്പോൾ അത് എവിടെ വരുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിലാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പെയ്ഡ് എമൗണ്ട് ആദ്യം ഇന്നർ കോളത്തിൽ എഴുതുക. അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക. ദെൻ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ദെൻ നമ്മൾ കൊടുക്കാനുള്ള നമ്മുടെ ബാലൻസ് എമൗണ്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലയബിലിറ്റി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എത്രയാണോ അത് ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. അടുത്തായിട്ടാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മുൻകൂട്ടി പേ ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് അതൊരു അസറ്റാണ്. പക്ഷേ അടുത്ത വർഷത്തേക്ക് കൊടുത്തിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ എക്സ്പെൻസസിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ വാഹനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ബൈക്ക് വാങ്ങി, ബൈക്ക് ഇന്ന് ഒരു ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു വർഷത്തേക്കാണ് അതിന് ഇൻഷുറൻസ് എടുക്കുക. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എത്രയാണോ ഇന്ന് മുതൽ ഒരു വർഷത്തേക്കാണ് ഇൻഷുറൻസ് വരിക. അപ്പോൾ അതിനിടയ്ക്ക് നിശ്ചയമായിട്ടും ഒരു അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ടാവും. ആ അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുന്ന ഡേറ്റ് വരെയുള്ള ഇൻഷുറൻസ് ആണ് ഈ വർഷത്തെ ഇൻഷുറൻസ്. അടുത്ത ഇൻഷുറൻസ് അടുത്ത വർഷത്തേക്കാണ് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഇൻഷുറൻസിൻ്റെ പോർഷൻ നമ്മളെ സംബന്ധിച്ച് പ്രീപെയ്ഡ് ആണ്. ആ പ്രീപെയ്ഡ് എമൗണ്ട് നമ്മുടെ എക്സ്പെൻസിൽ നിന്ന് കുറയ്ക്കുകയും അത് ബാലൻസ് ഷീറ്റിൽ എന്തായിട്ട് കാണിക്കുകയും വേണം? അസറ്റായിട്ട് കാണിക്കുകയും വേണം. നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ബോർഡിൽ ചെയ്യാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്നൊരൈറ്റാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മുൻകൂട്ടി പേ ചെയ്യുക. പ്രീപെയ്ഡ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺസ് റീചാർജൊക്കെ ഇതൊക്കെ പ്രീപെയ്ഡ് ആണ്. പോസ്റ്റ് പെയ്ഡും ഉണ്ട്. പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചതിന് ശേഷം പൈസ കൊടുക്കുന്ന പേയ്മെൻറ്റ് സിസ്റ്റമാണ് പോസ്റ്റ് പെയ്ഡ്. നമുക്ക് ബില്ല് വീട്ടിലേക്ക് വരും. നമ്മുടെ ലാൻഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്ന പോലെ, BSNLൻ്റെ ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്ന പോലെ. അതേപോലെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻസ് ഉണ്ട് ഐഡിയയ്ക്കും അതുപോലെ തന്നെ റിലയൻസിനൊക്കെ അങ്ങനെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻസ് ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം മൊബൈൽ യൂസേഴ്സും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സ്കീം എന്ന് പറയുന്നത് പ്രീപെയ്ഡ് റീചാർജ് വൗച്ചറുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. ആ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രീപെയ്ഡ് എക്സ്പെൻസസിനെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസ് എടുക്കാം. ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് എത്രയാണ്? 600. അപ്പോൾ അതിൽ ഇൻഷുറൻസ് ട്രയൽ ബാലൻസിൽ ഇൻഷുറൻസ് എമൗണ്ട് 2600 ആണ്. അപ്പോൾ ഇൻഷുറൻസ് നമ്മൾ അടച്ചിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എന്ന് പറയുന്നത് 2600 ആണ്. പക്ഷേ ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്ന് പറയുന്നത് 600 ആണ്.
സാധാരണ വരുന്നൊരു ഐറ്റം ആയതുകൊണ്ടാണ് ഇൻഷുറൻസ് നമ്മൾ എടുത്തത്. ഇപ്പോൾ റെൻ്റ് ആയിരിക്കാം, റെൻ്റ് പ്രീപെയ്ഡ് നടത്താം, എല്ലാം വരാം. എങ്കിലും സാധാരണ നമുക്ക് എല്ലാവർക്കും വരാൻ സാധ്യതയുള്ളൊരു പ്രീപെയ്ഡാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ അനുസരിച്ച് നമുക്ക് പറയാം, ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇന്ന് ജനുവരി 1-ാം തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതിയാണെന്ന് വിചാരിക്കുക. ഇന്ന് ഡേറ്റ് അതല്ല കേട്ടോ, എന്നാലും നമ്മൾ പറയുന്നു ഫെബ്രുവരി 1-ാം തീയതി 2020 ആണെന്ന് വിചാരിക്കാം അല്ലേ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് എടുക്കുന്നു, ബൈക്ക് വാങ്ങി ഇൻഷുറൻസ് എടുക്കുന്നു. ഇത് ഫോർ ദ പീരീഡ് ഓഫ് 1 ഇയർ ആണ് ഇൻഷുറൻസുകളൊക്കെ. അപ്പോൾ ഇവിടെ ഫോർ 1 ഇയർ. ഇപ്പോൾ നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുക്കുമ്പോൾ 1 ഇയർ ബമ്പർ ടു ബമ്പറും മറ്റേ തേർഡ് പാർട്ടി ഇൻഷുറൻസ് 3 ഇയർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഓർഡിനറി ഇൻഷുറൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട്, അതല്ല പറയുന്നത്. ഫെബ്രുവരി 1, 2021 ഇത് അവസാനിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇയർ എത്രയാണ്? ഏപ്രിൽ 1, 2020 മുതൽ. അപ്പോൾ ഏപ്രിൽ 1, 2020 മുതൽ ഏപ്രിൽ 1, 2021 വരെ. ഇതാണ് നമ്മുടെ, അല്ലെങ്കിൽ മാർച്ച് 31 അങ്ങനെ പറയാം. മാർച്ച് 31, 2021 വരെയാണ് നമ്മുടെ ഇയർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഫെബ്രുവരി 1-ാം തീയതി മുതൽ കഴിഞ്ഞ വർഷം എടുക്കുക. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ മാർച്ച് 20. മാർച്ച് 20 നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഫെബ്രുവരി മാർച്ച് 2 മാസമാണ് ഇൻഷുറൻസ് ആ കഴിഞ്ഞ വർഷമുള്ളൂ. ബാക്കിയുള്ള 12 മാസവും എവിടെയാണ് വരുന്നത്? ഈ പുതിയ വർഷത്തിലാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, മാർച്ച് 20 അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാലോ, മാർച്ച് 20-ാം തീയതി കഴിഞ്ഞാൽ മാർച്ച് 20-നല്ല അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്, മാർച്ച് 31, 2020 അങ്ങനെയാണ്. 2020 ഡേറ്റ് അല്ലത്, ഇയർ ആണത് 2000. ഞാൻ ഒന്നുകൂടി പറയാം, ഇതിൻ്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് മാർച്ച് 31, 2020 ആണ്. ഈ ഡേറ്റിന് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇൻഷുറൻസ് ആയിട്ട് പറയുന്നത് ഫെബ്രുവരിയിലത്തെയും മാർച്ചിലത്തെയും ഇൻഷുറൻസ് മാത്രമാണ് ആ വർഷത്തേക്ക് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ആ വർഷത്തിലെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ഏപ്രിൽ 1-ാം തീയതി മുതൽ അടുത്ത ഫെബ്രുവരി 1-ാം തീയതി വരെയുള്ള ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് നെക്സ്റ്റ് ഇയറിലേക്കാണ്, ഈ വർഷത്തേക്ക്. ഏപ്രിൽ 1, 2020 മുതൽ മാർച്ച് 31, 2021 വരെയുള്ള വർഷത്തേക്കാണ്. അപ്പോൾ ഇവിടെ പ്രീപെയ്ഡ് സാധാരണ വരുന്നത് ഇൻഷുറൻസിനാണെന്നും അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ റെൻറ്റിനും ഇതേപോലെ വരാം കേട്ടോ. റെൻറ്റും നമുക്ക് ഇതേപോലെ തന്നെ പ്രീപെയ്ഡ് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏപ്രിൽ 1-ാം തീയതി മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. പക്ഷേ എല്ലാ റെൻറ്റ് പുതുക്കുന്നത് ജനുവരി ടു ഡിസംബർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ജനുവരി ടു ഡിസംബർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെൻറ്റ് പുതുക്കി കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമാണ് ഈ വർഷത്തേക്കുള്ള റെൻറ്റിൽ പെടുള്ളൂ. ബാക്കിയുള്ള എത്രയാണ്, 9 മാസം. 9 മാസം അടുത്ത വർഷത്തേക്കാണ്. അപ്പോൾ റെൻറ്റും അവിടെ എന്തായിട്ട് വരും, പ്രീപെയ്ഡ് ആയിട്ട് വരും കേട്ടോ. ഇതാണ് സാധാരണ വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ വരെയെന്ന് നോക്കാം. ഇവിടെയും 2 സൈഡിലാണ് വരിക. റെൻറ്റ് ആയാലും ഇൻഷുറൻസ് ആയാലും എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം, ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം. മറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി കളയാം. ഇവിടുത്തെ എക്സാമ്പിൾ എടുക്കാൻ എത്രയാണ്, ട്രയൽ ബാലൻസിൽ നമ്മുടെ ഇൻഷുറൻസ് 2600 ആണ്. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന ഇൻഷുറൻസ് പ്രീപെയ്ഡ് 600 ആണ്. അപ്പോൾ അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് 2600 ഇന്നർ കോളത്തിൽ എഴുതി, ലെസ് നേരത്തെ നമ്മൾ ആഡാണ് ചെയ്തത്. എവിടെ ചെയ്തത്? നേരത്തെ വേജസിൻ്റെ അല്ലെങ്കിൽ സാലറിയുടെ കേസിൽ ആഡ് ചെയ്യാണ് ചെയ്തത് അല്ലേ. ഇവിടെ എന്ത് ചെയ്യുക, ലെസ് എന്ന് പറഞ്ഞ് 600 ലെസ് ചെയ്യുക. കാരണം ഈ 600 ഫോർ നെക്സ്റ്റ് ഇയർ അല്ലേ. അപ്പോൾ 2000 ആണ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെസ് എന്താണ്, പ്രീപെയ്ഡ്. ലെസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ഇനി എന്ത് ചെയ്യുക, പ്രീപെയ്ഡ് ആണ്, അഡ്വാൻസ് ചെയ്ത് അടച്ചിട്ടുള്ളതാണ്.
നമ്മളെ സംബന്ധിച്ച് അത് അസറ്റാണ്. അപ്പോൾ അസറ്റ് സൈഡിൽ എന്ത് എഴുതുക? പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എത്രയാണ്? 600. ഇത് അസറ്റാണ്. ഏതുവരെ? എന്നാണ് നമ്മളത്, അല്ലെങ്കിൽ ഈ വർഷം കഴിയുന്നത് വരെ, അത് അതിൻ്റെ ഡ്യൂ പീരീഡ് വരെ, ഈ വർഷത്തെ പീരീഡ് കഴിയുന്നത് വരെ അതെന്താണ്? 600 ആണ്. നമ്മുടെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. അത് ഓരോ മാസം അല്ലെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി ആകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് കടന്നാൽ അതെന്തായി? അഡ്വാൻസ് മാറിയിട്ട് അത് ഇൻഷുറൻസ് ആയിട്ട് മാറും കേട്ടോ. അപ്പം ഇങ്ങനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസിൻ്റെ ഒരു എക്സാമ്പിൾ. പ്രീപെയ്ഡ് എക്സ്പെൻസസിൽ എന്ത് മാത്രമല്ല, ഇൻഷുറൻസ് മാത്രമല്ല വരിക, റെൻറ്റ് വരാം, മറ്റെന്തൊക്കെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് പേ ചെയ്താലും അതൊക്കെ പ്രീപെയ്ഡ് ആയിട്ട് വരാം. പ്രീപെയ്ഡ് എക്സ്പെൻസ് ചെയ്യുന്നത് സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ആ ഐറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പ്രീപെയ്ഡ് ലെസ് ചെയ്യുന്നു. ദെൻ അത് നമ്മുടെ പ്രീപെയ്ഡ് ആയതുകൊണ്ട് തന്നെ അസറ്റ് സൈഡിൽ അസറ്റായിട്ട് എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡ്യുവൽ റെക്കോർഡിങ് വരിക. നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ഈസ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ഓർ അക്രൂഡ് ഇൻകം എന്ന് പറയും. അതായത് ചില ഇൻകം നമുക്ക് അക്രൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇപ്പം ചില ഇൻട്രസ്റ്റ്, ബാങ്കിൽ ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഒരു വർഷമാകുമ്പോൾ ഡ്യൂ ആയി, December 31 ഡ്യൂ ആയി ഇൻട്രസ്റ്റ്, അത് നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ അത് ഏൺ ചെയ്ത്, അല്ലെങ്കിൽ എന്താണ്, അത് ഡ്യൂ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഏൺഡാണ്, നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാതെ, പക്ഷേ നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല. അത്തരം, അല്ലെങ്കിൽ ബാങ്കിൻ്റെ എന്താണ്, ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ബാങ്ക് അത് റിവൈസ് ചെയ്യുന്നു, ആ സമയത്തായിരിക്കും വരിക. ഇത്തരം അക്രൂഡ് ഇൻകംസ് അത് നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ കൂട്ടേണ്ടതും നമ്മുടെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതുമാണ്. അത് നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. ഇത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ഓർ അക്രൂഡ് ഇൻകം. അപ്പം ഇത് നിങ്ങൾക്കറിയാമായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ കമ്പനികൾ 6 മന്ത്സിലാണ് അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു. സാധാരണ യൂഷ്വലി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 6 മാസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളോട് പറയുകയാണ് ഇൻട്രസ്റ്റ് ഓൺ, ഇതിൽ പറയാണ്, ഏതിൽ, നമ്മുടെ TBയിൽ പറയാണ്, ട്രയൽ ബാലൻസിൽ പറയാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു 1200 തന്നിരിക്കുകയാണ്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നു ഇൻകം അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം എന്നുള്ള രീതിയിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് 800 തന്നിരിക്കുന്നു. അല്ലെങ്കിൽ 1200. നമ്മൾ 6 മന്ത്സിൻ്റെ എക്സാമ്പിൾ അല്ലേ പറഞ്ഞ്, അടുത്ത 6 മാസത്തെ. പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചോ. ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് 1200, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇൻട്രസ്റ്റ് പല രീതിയിൽ, ഞാനിപ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ റെൻ്റ് ആയിരിക്കാം, കമ്മീഷൻ ആയിരിക്കാം, ഇതൊക്കെ ഡ്യൂ ആയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ പേരിലേക്ക് അത് മാറിയിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് ഡ്യൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അത്രയാണ്. അത്തരം കേസുകളിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ഇൻകമാണ്, നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെൻസ് അല്ല, ഇൻകമാണ്. ഇൻകം ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെയാണ് വരിക? ബൈ സൈഡിലാണ് വരിക, അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ബൈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ട്രയൽ ബാലൻസിലുള്ള ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഇന്നർ കോളത്തിൽ എമൗണ്ട് എഴുതുന്നു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് കിട്ടാനുള്ള ഈ വർഷത്തേക്കുള്ളത് തന്നെയാണ്, അടുത്ത വർഷത്തേക്കല്ല.
നമുക്ക് റിസീവ്ഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഉൾക്കൊള്ളിക്കേണ്ടത്, ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്, ഇത് ഇൻകമായിട്ട് കാണിക്കേണ്ടത് ഈ വർഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏഡ് എന്താണ്? ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് എന്ന് എഴുതാട്ടോ. ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് 1200 തന്നെ. അപ്പോൾ 2400. ഇതാണ് നമ്മുടെ ഇൻകം. ശരിക്കുള്ള ഇൻകം വരേണ്ടത് 2400 ഇനി നമുക്കിത് കിട്ടാനുള്ളതാണ് അല്ലേ? ഈ എമൗണ്ട് നമുക്ക് ഇൻകം എന്താണ്? നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അത് അസറ്റാണ്. അവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഇൻട്രസ്റ്റ് അസറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഏൺഡ് അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം എന്ന് എഴുതിയാലും മതി. ബട്ട് നോട്ട് റിസീവ്ഡ് എത്രയാണ്? 1200. അപ്പോൾ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഈ വർഷം കാണിക്കേണ്ടതാണ്. ഈ വർഷത്തെ P&L അക്കൗണ്ടിൽ അത് ഉൾക്കൊള്ളിക്കണം. അത് ഈ വർഷം കിട്ടാനുള്ള കാരണം കൊണ്ട് അത് അസറ്റ് സൈഡിൽ അസറ്റായിട്ട് കാണിക്കണം. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ഐറ്റം ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പണം കിട്ടുക. ഇപ്പോൾ നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, കുറച്ച് റൂംസ് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. റെൻറ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി എന്നിരിക്കട്ടെ. അപ്പോൾ അത് ഈ വർഷത്തെ റെൻറ്റ് മാത്രമേ നമുക്ക് ഈ വർഷത്തെ അക്കൗണ്ടിൽ കാണിക്കാൻ സാധിക്കുള്ളൂ. അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കണം, ലെസ് ചെയ്ത് കാണിക്കണം. മാത്രമല്ല ബാലൻസ് ഷീറ്റിൽ അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കും വേണം. കാരണം അഡ്വാൻസ് ആണ്, ഈ വർഷത്തെ ഇൻകത്തിൻ്റെ ഭാഗമല്ല. കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് ബോർഡിൽ ചെയ്യാം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്. ഇപ്പോൾ നമുക്ക് ഒരു വർഷത്തെ റെൻ്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടി. ഇപ്പോൾ ജനുവരിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റിന്യൂ ചെയ്യുന്നു. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു വർഷത്തെ റെൻറ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തപ്പോൾ ജാനുവരി ടു ഡിസംബർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഡിസംബർ 12 മാസത്തെ കിട്ടി. പക്ഷെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ ടു മാർച്ചാണ്. അപ്പോൾ ഏപ്രിൽ ടു മാർച്ച് എന്ന് പറയുമ്പോൾ ഈ വർഷം വരുന്നത് ജാനുവരി ഫെബ്രുവരി മാർച്ചാണ്. 3 മാസത്തെയാണ്. ബാക്കിയുള്ള 9 മാസം എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ വർഷം ജാനുവരിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു, റെൻ്റ് കോൺട്രാക്റ്റിൽ. അങ്ങനെ റെൻ്റ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത് 1 മാസത്തെ റെൻ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നു. അത് 1 മാസത്തെ അല്ല, 1 വർഷത്തെ. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 1 വർഷത്തെ റെൻ്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നു. ഈ അഡ്വാൻസ് റെൻ്റ് കിട്ടുന്ന റിസീവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനുവരി ഫെബ്രുവരി മാർച്ച് അത് മാത്രമാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന റെൻ്റ്. ബാക്കിയുള്ള 9 മാസത്തെ റെൻ്റ് നമ്മളെ സംബന്ധിച്ച അഡ്വാൻസ് ആണ്. അത് നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി ഇപ്പോൾ റിസീവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ 9 മാസത്തെ റെൻ്റ് നമ്മൾ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. ഇതാണ് കേസ്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. റെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള 1200 രൂപയാണെന്ന് വിചാരിക്കുക, അല്ലെ 12,000 രൂപയാണ്. ഇനി നമുക്ക് ഇത് റെൻ്റ് തന്നിട്ടുള്ള ട്രയൽ ബാലൻസിലാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു എന്താണ്? അഡ്വാൻസ് റെൻ്റ് 9,000 ആണ്, 9,000 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാസം 1000 രൂപയായിരിക്കാം. നമ്മൾ വെറുതെ ഒന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. റെൻ്റ് 12,000 രൂപയാണ് റെൻ്റ് നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള റെൻ്റ്.
അതിൽ 9,000 രൂപ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 1,000 രൂപയായിരിക്കും. 3 മാസത്തെ റെൻറ്റ് കഴിച്ച് ബാക്കിയുള്ള 9,000 അഡ്വാൻസ് ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യും, എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, റെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ബൈ റെൻ്റ് റിസീവ്ഡ് എത്രയാണ്, 12,000 12,000 ലെസ് അഡ്വാൻസ് 9,000. ഇത്രയൊന്നും വലിയ എമൗണ്ട് വരില്ല കേട്ടോ. നമ്മളിവിടെ അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞ അറൗണ്ടാണ്. അങ്ങനെ ഒരു വലിയ എമൗണ്ട് വന്നാലും തെറ്റില്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ദെൻ ഇനി അടുത്ത എന്താണ്, അഡ്വാൻസ് ആണ്. നേരത്തെ കുട്ടി കിട്ടിയിട്ടുള്ളതാണ്. നേരത്തെ കുട്ടി എന്ത് തന്നാലും നമ്മളെ സംബന്ധിച്ച് അതൊരു ബാധ്യതയാണ് അല്ലേ. നേരത്തെ കുട്ടി തന്നിട്ടുള്ള ലയബിലിറ്റി അല്ലെങ്കിൽ എന്താണ്, നേരത്തെ നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ളൊരു എമൗണ്ട്, ആ എമൗണ്ട് ഡ്യൂ ആവുന്നത് വരെ നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യുക, റെൻ്റ് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാം. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എത്രയാണ്, 9,000 9,000 അഡ്വാൻസ്. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഓരോ ഐറ്റവും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. P&L അക്കൗണ്ടിൽ അതിനെ വ്യക്തമായിട്ടുള്ള ഒരു ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട. അത് ഈ ഒരു എന്താണ് ഐറ്റം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പോൾ അത്രയും സില്ലി ആയിട്ട് വളരെ സിമ്പിളായിട്ട് വേണം നമ്മൾ എന്തിനെ സമീപിക്കാൻ, അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ സമീപിക്കാൻ. അപ്പോൾ നേരത്തെ റെൻറ്റ് കിട്ടിയത് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഒരു ലയബിലിറ്റി അല്ലേ എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ് കിട്ടിയത് ഇറ്റ് ഈസ് നോട്ട് ഫോർ ദിസ് ഇയർ, ഈ വർഷത്തേക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കാനും അത് നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കണം എന്ന് മനസ്സിലാക്കാനുള്ളൊരു തിരിച്ചറിവും നമുക്കുണ്ടാവണം കേട്ടോ. അപ്പോൾ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ള ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുക. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. താങ്ക് യു വെരി മച്ച്.